അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ കവാസൻ കാന്യൻ എന്ന് പറയും, അതിനു വേണ്ടി പോവാ. അപ്പോൾ ഇവിടെ കുറേ ഏജൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മളെ പുറകെ നടന്ന് നമ്മളെ പിടിച്ചോളും. അപ്പോൾ ആക്ച്വലി നമ്മളെ റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യുക. അവരാദ്യം 2500 അങ്ങനെ 3000 ഒക്കെ പറയും. അപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക. എനിക്ക് ഏകദേശം 1600 കിട്ടിയത്. പിന്നെ നമുക്ക് ഷൂ, ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം. എൻ്റെ കയ്യിൽ ഷൂ ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇനി അവിടുത്തെ വിഷ്വൽസ് കാണാം. ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ക്യാമറ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഷൂ എടുക്കാൻ വേണ്ടിയാണ്. ഈ കാന്യോണിയറിങ് ആക്ച്വലി കുറച്ച് റിസ്ക്കിയാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ഇതൊക്കെ എഴുതി മേടിച്ച് സൈൻ ഇട്ട് ശേഷമാണ് എല്ലാം ഓക്കെ ആണോയെന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ ഇതിന് കൊണ്ടുപോകുള്ളൂ. കാരണം നമ്മൾ ബോട്ടിൽ നിന്ന് ബോട്ട് ചിലപ്പോൾ ഫ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ ദ വെതർ എങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതേ ഞങ്ങൾ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ടു. നമ്മുടെ മല്ലു ട്രാവലർ പറയണ ഞാനും എൻ്റെ ഫ്രണ്ട്സും റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇവർ ശരിക്കും 2100 പെസോസാണ് മേടിക്കണത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കുറേ പേരുള്ളതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവർ നമുക്ക് ആ ഒരു പ്രൈസിന് തന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു വേറെ ആരോടും ഇത് പറയരുത്, കാരണം ഇത് അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ 2100 ചെറിയ തിരുത്തുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ഫോൾസിൻ്റെ അങ്ങോട്ട് പോവാണ്. അതാണ് നമ്മുടെ ഗൈഡ്. കുറച്ച് നടക്കാനുണ്ട്. Includes an amazing combination of adrenaline-pumping activities like trekking, jumping, swimming, and water sliding. And please wear your helmet and life vest always for your safety. Always listen to your tour guides for the safety instructions. Please remove your accessories, which we are not liable for any losses. Place your important things in your draw bags to avoid damage. If you have any injuries or health conditions, please tell your tour guides for safety assistance. ഇവിടെ നിന്ന് നമ്മുടെ ടൂർ ഗൈഡിൻ്റെ കൂടെ നമ്മളെ സ്ഥലത്തേക്ക് പോകാം. What's your name? Anthony. Anthony. And you? Karthik. Karthik. Yeah, he's my tour guide. Hello. You will walk? Huh? Or we will walk? Yeah. അപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ എടുത്തില്ല, കാരണം സിപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ എത്താൻ പറ്റും. പക്ഷേ അറിയില്ല, സിപ്പ് ലൈനിൻ്റെ ലൈനാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ. ഞാൻ സിപ്പ് ലൈൻ നേരത്തെ കുറേ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4-5 തവണ. അതായിരുന്നു അതിനോടുള്ള ഒരു ഫാൻറ്റസി പോയ കാരണം പിന്നെ സിപ്പ് ലൈൻ എടുത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 45 മിനിറ്റ് വാക്കുണ്ട് താഴത്തേക്ക് എത്താൻ വേണ്ടി. എന്നാലാണ് നമ്മൾ താഴെ എത്തുള്ളൂ. ഇത് ശരിക്കും ഒരു നല്ല ഹില്ലി ഏരിയ. താഴെ എത്തിയിട്ടാണ് നമ്മൾ കാന്യോണിയറിങ് പോകുന്നത്. കാന്യോണിയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാന്യൻസ് ഇല്ലേ, കുറേ കല്ലുകൾ, ലൈം സ്റ്റോൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല ഇവിടുത്തെ സ്റ്റോൺ എങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം ഒഴുകി, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നടന്ന് നീന്തിയും കുറേ ഫോൾസ് ഉണ്ടാകും. അതിൻ്റെ മേളിൽ നമുക്കെടുത്ത് ചാടാൻ പറ്റും. അത് സിപ്പിലൊക്കെ എനിക്കിപ്പോൾ ആൾക്കാർ പോണ കാണാൻ പറ്റുമോ? പോണോ?
അപ്പോൾ ഇത് ആക്ച്വലി വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ഇവിടെ നമ്മൾ സെബുവിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യാതെ ആരും പോകരുത്. ഇനി ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മഴ പെയ്ത് കുളമായി കിടക്കുവാണോ അതെയോ നല്ല ഭംഗിയിലാണ്. പക്ഷേ ലക്ലി ഇപ്പോൾ നല്ല വലിയ ചൂടില്ല, എന്നാൽ വലിയ തണുപ്പില്ലാത്തൊരു നോർമൽ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് സുഖമായിട്ട് കിടക്കാം. നല്ല ഹൈക്ക് ഉണ്ട് ഇവിടെ. ഇടയ്ക്ക് ബൈക്കൊക്കെ വരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നടന്ന് നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ ആസ്വദിക്കാം. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം കുറച്ചുകൂടെ ഹൈറ്റിൽ കയറിയിട്ട്. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള വഴിയാണ്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. നല്ല സ്ലിപ്പറിയാണ്, കാരണം മഴ പെയ്ത് നനഞ്ഞിരിക്കുക. സ്റ്റെപ്പൊക്കെ നമ്മൾ താഴെ വരെ എത്തണം. താഴത്തേക്കുള്ള സ്റ്റെപ്പാണ്. ആളുകളുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഇപ്പം ഇവിടെ പിടിച്ച് നടക്കണയായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നിന്ന് താഴത്തേക്ക് എത്താറായെന്ന് തോന്നുന്നു. നല്ല ശബ്ദം കേൾക്കാം. ആൾക്കാരുടെ അടുത്ത് പോകുന്നതും വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം. പക്ഷെ നല്ല അടിപൊളി ഹൈക്കാണ്. നമ്മൾ 45 മിനിറ്റ് ഒന്നും എടുത്തില്ല, അതിന് മുന്നേ എത്തിയെന്ന് തോന്നുന്നു. അരമണിക്കൂറൊക്കെ ആയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഹൈക്കൊക്കെ കഴിഞ്ഞ് ഫോൾസിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാട്ടോ. സൂക്ഷിച്ചില്ലെങ്കിൽ എന്തായാലും വീഴും. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയാണ്, ഇത് ഹൈക്ക് ട്രൈ ചെയ്യണവർക്ക് ഇത് ട്രൈ ചെയ്താൽ മതി. കാരണം നല്ല ഹൈക്കിംഗ് ഉണ്ട്. അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ സിപ്പ് ലൈൻ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളർ ഏകദേശം ഒരു ബ്ലൂ ആണ്. അത്ര പ്രതീക്ഷിച്ച അത്രയും ചെളിവെള്ളമായിട്ടില്ല. നല്ല അടിപൊളി ഡെപ്ത്. അതുകൊണ്ട് നല്ല താഴത്തേക്ക് നല്ല ഇറക്കും. ഞാൻ വേർത്ത് കുളിച്ചു, ഇതിൽ കൂടുതൽ വേർക്കാനില്ല. വാ, അടിപൊളി. എനിക്കിത് ലൈം സ്റ്റോൺ ആണെന്നാണ് തോന്നുന്നത്. കാരണം ലൈം സ്റ്റോൺ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു കളറുണ്ട്. ആ കളർ തന്നെയാണ് ഈ ഫോൾസിലെ വെള്ളത്തിന്. വാവ്, അടിപൊളി. അപ്പോൾ നമ്മളിവിടെ ഹെൽമെറ്റ് തലേന്ന് ഊരാതെ നോക്കണം. കാരണം ഇവിടെ നിന്ന് ചിലപ്പോൾ കല്ലൊക്കെ തലേ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹെൽമെറ്റ് ഇടുന്നത്. അപ്പോൾ ഹെൽമെറ്റ് തലയിലാതെ നോക്കണം. വാ, അടിപൊളി. ഇഡിലൻ വ്യൂ. ഇഡിലൻ വ്യൂ. Very handsome boy. Have long, very tall, handsome. Wow. Thank you. You have a lot of girls. No. ഗായ്സ്, നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. സോ എക്സൈറ്റഡ്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ. വാവ്, നല്ല സൂപ്പർ കളർ. നല്ല തണുപ്പ്. ആക്ച്വലി നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. തണുപ്പുണ്ട് നല്ല വെള്ളത്തിന്. ഇവിടെ നമ്മൾ ചാടാൻ പോവാണ് വെള്ളത്തിലേക്ക്. അറിയോ,
അവിടെ ചാടാൻ പോവാ. അടിപൊളി. അപ്പൊ വെള്ളത്തിലേക്ക് ചാടി. നീണ്ടി വേണം പോവാൻ. അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് കുറെ വെള്ളമുണ്ട്. നമ്മുടെ ഗൈഡ് ബാക്കിലുണ്ട്. ഇവിടെ എന്തായാലും പറ്റാലും അവർ എനിക്ക് നമ്മളിവിടുന്ന് യഥാർത്ഥ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഏതോ കേവിൻ്റെ എങ്ങനെ നടക്കണമെന്ന് തോന്നുന്നു. നല്ല ഡേഞ്ചറസ് ആണോ? നല്ല സ്ട്രെങ്ത് വേണം. അത് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. ഓൾറെഡി ടൈമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ടയർഡാണ്. ഞാൻ സ്ലൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാ, പക്ഷെ നമ്മുടെ ബാക്ക് നല്ല വേദന എടുക്കും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് വെള്ളത്തിൽ കൂടെ പോവാം. നല്ല താഴ്ച കേട്ടോ എല്ലായിടത്തും. നല്ല വെള്ളത്തിന് നല്ല ഫോഴ്സുണ്ട്. നമ്മൾ ഒഴുക്കിയെടുത്തോട്ട് പോവാം. ഞാൻ അതൊക്കെ ഞാൻ തന്നെ ഒഴുകിയിരുന്നോ, എനിക്ക് താഴ്ച ഒഴുകിയിട്ടില്ല. ഞാൻ ഒഴുകാൻ പോവാ.
വെള്ളം വെള്ളം മൊത്തം ഛർദിക്കും. അമ്മ കണ്ടു എന്റെ ജീവിതം തന്നെ പറയും. എത്ര ഇൻട്രായി പക്ഷേ നമ്മുടെ കയ്യിലെ കുറച്ച് നമുക്ക് ആയിട്ടുണ്ടോ ലൈഫ് ജാഗ്രതയില്ലാതെ ലൈഫ് നൽകിയാൽ ഇനി അടുത്ത ചാട്ടം ചാടാൻ പോവാ. കുറെ വെള്ളം കുടിക്കും. പാമ്പുകളുണ്ട് ഇവിടെ കുറെ. എന്തെറ്റി Left side, left side. Picture ta dito. Okay, picture together, picture here. Yeah. ഓ ആക്ച്വലി കുറേ ഉണ്ട്, കുറേ ഉണ്ട്. നല്ല ടയറായി. ഇനി ചെന്നിട്ട് ഉറങ്ങിയാൽ മാത്രം മതി. അത്യാവശ്യം നല്ല ടയറായി. Go left side, down to the left side. Down to the left side. You're right. Okay, come. Slowly, that's not deep. Swimming. Swimming. Lie down, lie down. Out. Okay. ആക്ച്വലി ഒഴുകി പോവാ. Also like that. Okay, lay down here, lie down. Leg first. Right there, right there. Okay, then down your hand like this. ഞാൻ തന്നെ സ്ലൈഡ് ചെയ്ത് പോവാ. ഞാൻ പോയി നീന്തണമൊന്നുമില്ല.
തന്നെ വെള്ളത്തിൽ ഒഴുകി പോവാ. അടിപൊളി. നല്ല ഒഴുക്കാ. നല്ല ഒഴുക്കാ. Slow down. Okay, more. I will kick you. I will kick you slowly. Okay. 1, 2, 3, go! കുറച്ച് വെള്ളം കുടിച്ചു. ക്യാമറയുടെ ബാറ്ററി അത് ഓൾമോസ്റ്റ് ഇല്ല. എക്സ്ട്രാ ബാറ്ററി എടുത്തുകൊണ്ട് രസം. Are you okay, sir? Yeah. Okay. Hold the rope. Hold the rope. Get up. This way? ഇവിടുത്തെ ഏറ്റവും ഡീപ്പ് ജമ്പാണ് ഇത്. ഏറ്റവും ഡീപ്പസ്റ്റ്. അറൗണ്ട് 7 മീറ്റർ പ്ലസ് ഡീപ്പായിട്ടുള്ള 7 മീറ്റർ 7 മീറ്റർ ജമ്പാണ് വെള്ളത്തിനോട്.
ടയർഡായി. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു. ശരിക്കും മടുത്തു. നല്ല ടയർഡായി. എനിക്ക് കുറച്ചും കൂടെ ഉള്ളൂ. ഇഫ് ഐ എം നോട്ട് റോങ് ഏകദേശം 2 കിലോമീറ്റർ അതിന് മേളിലുണ്ട് വെള്ളത്തിൽ കൂടെ മാത്രം. ഇത് നല്ലോണം ഫുഡ് കഴിച്ച് ഫുൾ എനർജിയിൽ വരാൻ, ഇല്ലെങ്കിൽ ഫുൾ എനർജിയിൽ വരാൻ നോക്കുക, ഇല്ലെങ്കിൽ നല്ല ടയർഡാണ്. എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് മൈക്ക് കിട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ വെള്ളം നനഞ്ഞ് കിട്ടാൻ ചാൻസില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വോയിസ് കവർ ഇട്ടേക്കാം. കുറച്ചേരം ബാക്ക് സ്വിം ചെയ്യാം. ബാക്ക് സ്വിം. ഞാൻ തീർന്നു എന്നാ വിചാരിച്ചേ, പക്ഷെ തീർന്നില്ല, ഇനിയുണ്ട്. നല്ല ഫുഡ് കഴിക്കണം, ഈ എനർജി ഒക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഓ ശരിക്കും മടുത്തു. This is so far the second best experience. First എനിക്ക് of course സ്ക്യൂബ ഡൈവിംഗ് ആയിരുന്നു. ഇനി നമ്മൾ ഓസ്ലോ പോകുന്നുണ്ട്. അവിടെ ഈ വെയിൽ ഷാർക്ക് വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വെയിൽ ഷാർക്ക് വ്യൂവിങ്. പറ്റുവാണെങ്കിൽ അതിന് പോകണം. അപ്പം ഇനി അടുത്ത Ada kayak ambak guys. Ayo, namin tulog. നല്ല ടയേർഡായിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ശരിക്കും മടുത്തോണ്ട. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കാല് കീഴൊക്കെ വേദന എടുത്ത് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നു. പേടിക്കണ്ട, ഞാൻ സേഫായിട്ടാണ് പോകുന്നത്. എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇത് ആദ്യമേ ഇതൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ഒരിക്കലും വിടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനൊന്നും പോകില്ല എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ അമ്മമാർക്കും പേടി കാണുമല്ലോ, അവർ കുറ്റം പറയാനും പറ്റില്ല. Our team is there already. Go. Ah, okay. Head first. No. Leg last. Okay. Dito pas ka lang dito ah. Sa kabog? Oh, auto lo. Yeah. Ngayon lang kayo nakakita ng papaya.
talaga nyo. ഞാൻ വല്ല ഗൂഗിളിൽ നോക്കിയിട്ട് ഇത് എക്സാക്ട്ലി എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. You vlogger? Yeah. Oh, nice. Vlogger club. I will follow you. Okay. അപ്പൊ നമുക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് ഇത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ എനിക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. This one is how many kilometers? 25 kilometers. 400. 400. Yeah. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എൻ്റെ ക്യാമറയുടെ ബാറ്ററി തീരാണ്. ഇത് കുറേ ഉണ്ട്. ഞാനിത് ഫുള്ള് ഷൂട്ട് ചെയ്തത് വലിയൊരു വ്ളോഗാണ്. ഇതിന് മാത്രം ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. അത് കാരണം ഞാൻ ചെറിയ ക്ലിപ്സ് ആയിട്ടിടാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നല്ല ടയേർഡായി. നീ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വാ, നടക്കാനുള്ള എനർജി ഇല്ല, നല്ല ടയേർഡായി. Relax first. ഓരോ തവണ ഞാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്കും കഴിഞ്ഞില്ല. അത് അവര് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം തന്നെയാണ്. ഇവിടുന്ന് ഇനിയും പോകാറുണ്ട്. നല്ലോണം ഫുഡ് കഴിച്ച് നല്ല എനർജി ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നല്ലോണം ചൂടും. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതേ നടക്കും. ഇവിടുത്തെ വ്യൂ ഉണ്ട്. അടിപൊളി വ്യൂ. ഞങ്ങൾ മാത്രം ഇവിടുന്ന് വെള്ളത്തിൽ ചാടി, അവരപ്പുറത്തെ വഴികൾ പോയി പുള്ളി നീന്തി സ്കിപ്പ് ചെയ്ത് കുറച്ച് വഴി സ്പീഡിൽ നടക്കാൻ വേണ്ടി. ഇവിടെ വഴി അറിയാതെയൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പെട്ടുപോകും. ഇവർക്കൊക്കെ വഴി അറിയാവുന്നതുകൊണ്ട് രക്ഷിക്കും.
ഇവിടെ നിന്ന് ഏകദേശം 50 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ അപ്പം അത്യാവശ്യം ഒരു 2 to 3 hours എന്തായാലും ഇതിന് പോകും. ഇപ്പം നിങ്ങൾ നടന്നു വരുവാണെങ്കിൽ മറ്റേ സിപ്പ് ലൈൻ എടുക്കാതെ നടന്നു വരുവാണെങ്കിൽ 2-3 മണിക്കൂർ ഇവിടെ എന്തായാലും ആവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് വന്നത്. ശരിക്കും ഇതിലും പയ്യായിരുന്നു. Wow. മലയുടെ ഇടുക്കിൽ വെള്ളം വീഴുന്നുണ്ട്. ലൈം സ്റ്റോൺ ആണ്. ഞാൻ ഇവരോട് ചോദിച്ചു, ഈ ലൈം സ്റ്റോൺ ആണ് ഈ വെള്ളത്തിന് ഈ കളർ തന്നെ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത കാരണം ശരിക്കും മഴ പെയ്തുകൊണ്ട് നന്നായി. നല്ല വെള്ളം, നല്ല ഫോഴ്സിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഊർന്ന് സ്കിഡായി ഇങ്ങനെ പോകാം കല്ലിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇവിടെ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയാണ്. 3 മണിക്കുള്ളിൽ മുന്നേ നിങ്ങൾ വരണം, എന്നാലാണ് ഇവിടെ ഇവർ കൊണ്ടുപോകുള്ളൂ. കാരണം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ സന്ധ്യയാകും, പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവർക്കും നമുക്കും. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ എത്താൻ നോക്കണം. രാവിലെ 6 മണിക്കൊക്കെ തിരക്ക് കുറവാണ്. രാവിലെ വരുവാണെങ്കിൽ 12 മണിക്ക് ശേഷം നല്ല തിരക്കുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു 2 മണി 2:30 ആകുമ്പോഴത്തേക്കും എത്താൻ നോക്കുക. ഇവിടെയൊക്കെ നല്ല കാഴ്ച ഉണ്ട്. നടക്കുന്നുണ്ട്. Here no fish. There's so many fish here, Oh. but not tilapia. Tilapia, yeah. ഞാൻ ഇവിടെ മീനൊന്നും ഇല്ലെന്ന് ചോദിച്ചതാ വെള്ളത്തില്. The big water here. That's why the fish not. Oh, because not raining, right? ഇവർക്ക് ഇംഗ്ലീഷ് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും അറിയില്ല. ഇന്നലെ പുള്ളി ഇപ്പോൾ പറഞ്ഞത്, ഇന്നലെ ഇവിടെ മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമായിരുന്നു, അതുകൊണ്ട് മീനൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഒരു മീനെ പോലും കണ്ടില്ല. അതുകൊണ്ട് ഇത് ഇത്ര ഒഴുക്കുള്ള സ്ഥിതിക്ക് കാണാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇതും ഖവാസാൻ വാട്ടർഫോൾസിൻ്റെ ഒരു പാർക്കാണ്. ക്യാമറയുടെ ബാറ്ററി തീരാറ്.
ഇതാണ് സെക്കൻഡ് ലെവൽ ഹൊവാസൻ ഫോൾസ്. എൻ്റെ ബാറ്ററി, ക്യാമറയുടെ ബാറ്ററി ഏകദേശം തീരാണ്. ഇനി കുറച്ച് കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇനി എത്രത്തോളം വിഷ്വൽസ് കൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ 70% ബാറ്ററി ആയിട്ട് വന്ന ഐ ഡിഡ് എക്സ്പെക്ട് ദിസ് മച്ച്. അതാണ് ഇത്രയും നേട്ടം തീർന്നത്. അപ്പോൾ നമ്മളെ മെയിൻ ഫോൾസിൻ്റെ അവിടെ എത്തി. മെയിൻ ഫോൾസ്. ഓ എൻ്റെ അമ്മോ, അടിപൊളി. അപ്പോൾ നമ്മളുടെ ചെറിയ ഹൈക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ കവാസൻ വാട്ടർഫോൾസിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. അങ്ങനെ ചാട്ടമൊക്കെ കഴിഞ്ഞു തിരിച്ചെത്താറായെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇതൊന്നും ട്രൈ ചെയ്തിരിക്കരുത്. അപ്പോൾ മാക്സിമം ഉച്ചയ്ക്കൊക്കെ വരാൻ നോക്കാം. ഇനി നമ്മൾ തിരിച്ച് കാറെടുത്ത് തിരിച്ച് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു ബീച്ചുണ്ട്, അപ്പോൾ പറ്റുമെങ്കിൽ ഇന്നും കൂടെ ഒന്ന് കവർ ചെയ്യണം. ആക്ച്വലി ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ.